ഹലോ, എന്നെപ്പോലെ മാഗി ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. മുട്ടയൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി വൈകുന്നേരത്തെ ചായക്കൂട്ടിലാണ്. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി തണുത്തു പോയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് അതിലോട്ടേക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചീനച്ചട്ടിയിലുള്ള വെള്ളമൊക്കെ പോയി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ടേക്ക് ഒരു 3 ടീസ്പൂൺ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ചേർക്കുന്നത് ഒരു അരക്കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതൊന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാനുണ്ട്, ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലെയിം ആവശ്യാനുസരണം ഒന്ന് ക്രമീകരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. സവാള പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് നേരത്തെ തന്നെ ചേർക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് ചേർക്കുന്നത് ഒരു അരക്കഷ്ണം തക്കാളിയാണ്. അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതും ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. തക്കാളീൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ള ആൾക്കാർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ടേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കൂടാണ്ട് ഇതിലോട്ടേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. എരിവ് നന്നായിട്ട് വേണ്ട ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുളക് പൊടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് സോട്ടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ടേക്ക് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യാനുസരണം 2-3 മുട്ട എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു മുട്ടയും കൂടെ ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ചിക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടയോടെ നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് ആവശ്യത്തിന് വെള്ളമാണ് ചേർക്കാൻ പോകുന്നത്. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഒരു കപ്പ് എന്ന് പറയുന്നത് 240 ml ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വെള്ളം ചേർക്കാവുന്നതാണ്. ആദ്യം ഞാൻ ഇത്രയാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുവാനുണ്ട്. അപ്പോൾ തിള വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ടേക്ക് നൂഡിൽസും അതിൻ്റെ ബാക്കിയുള്ള മസാലയും കാര്യങ്ങളൊക്കെ ചേർക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് തിള വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാം, അതല്ലെങ്കിൽ മസാല ഉണ്ടാക്കിയതിന് ശേഷം അത് മാറ്റി വെച്ചിട്ട് വെറും വെള്ളത്തിൽ നമ്മൾ മാഗിയൊക്കെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം എല്ലാം കൂടെ മിക്സ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇവിടെ നന്നായിട്ട് തിള വരുന്നുണ്ട്. തിള വരുന്ന സമയത്താണ് നമ്മൾ ഇതിലോട്ടേക്ക് മാഗിയുടെ മസാല ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 3 മാഗിയാണ്, 3 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 പാക്കറ്റ് മസാലയും ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മസാല ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പം അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ടേക്ക് ബാക്കിയുള്ള ഐറ്റംസ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് പൊട്ടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അതും അല്ലെങ്കിൽ ഇതിനേക്കാളും ചെറുതായിട്ട് നുറുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്ലെയിം ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരല്പസമയം കഴിഞ്ഞാൽ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടച്ചു വെച്ചിട്ട് അപ്പാടങ്ങ് പോയി കളയല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്ന് വന്നിട്ട് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇത് നമ്മൾ നോൺ സ്റ്റിക്ക് അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. മല്ലിയില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. അതും കൂടെ ചേർത്തതിന് ശേഷം ഇതൊക്കെ കൂടെ നമുക്കൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എഗ്ഗ് ഇട്ടിട്ടുള്ള, അതായത് മുട്ട വെച്ചിട്ടുള്ളൊരു മാഗിയാണ്. എന്നെപ്പോലെ മാഗി ലവേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് മാത്രമല്ല കേട്ടോ, നല്ല അടിപൊളി കിടു വീഡിയോസൊക്കെ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീണ്ടും അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.